നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. ഈസ്റ്റ് മാറാടി മണ്ടനാക്കര ബിനു M വർഗീസ് ആണ് മരിച്ചത്. അപകടം ചൊവ്വാഴ്ച രാവിലെ 8 MC റോഡിൽ ഉന്നക്കുപ്പ വളവിൽ. MC റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കുകൾ മറിഞ്ഞ അപകടം. തിങ്കളാഴ്ച രാത്രി 10 ഡെൻകെയറിന് മുന്നിലാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രക്കാർക്ക് നിസ്സാരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റും മഴയും. മരം വീണ് സിവിൽ സപ്ലൈസ് ഗോഡൌണിന്റെ മേൽക്കൂര തകർന്നു. ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്ന അരി മഴവെള്ളം കയറി നശിച്ചു. 50ഓളം ചാക്ക് അരിയാണ് മഴവെള്ളം കയറി നശിച്ചത്. മൂവാറ്റുപുഴയിലുണ്ടായ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണം. N. അരുൺ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി നാശനഷ്ടം വിലയിരുത്തി ധനസഹായം നൽകണമെന്നും N. അരുൺ. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കളക്ടർ ഇടപെടണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. ശുദ്ധജലം ടാങ്കറുകളിൽ എത്തിക്കാൻ കളക്ടർ മുൻകൈ എടുക്കണമെന്നും എൽദോ എബ്രഹാം. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മൂവാറ്റുപുഴ മഹാറാണി ഹോട്ടൽ ജീവനക്കാരനായ ഈസ്റ്റ് മാറാടി മണ്ടനാക്കര ബിനു M വർഗീസ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6:30 മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ ഉന്നക്കുപ്പ വളവിലാണ് അപകടമുണ്ടായത്. കൂത്താട്ടുകുളം ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ബിനു സഞ്ചരിച്ച ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബിനുവിന്റെ സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മാറാടി കുരുക്കുന്നപുരം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടത്തപ്പെടും. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കുകൾ മറിഞ്ഞ അപകടം. തിങ്കളാഴ്ച രാത്രി 10 ഡെൻകെയറിന് മുന്നിലാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കുകൾ മറിഞ്ഞ അപകടം. തിങ്കളാഴ്ച രാത്രി 10 ഡെൻകെയറിന് മുന്നിലാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന 2 അംഗ സംഘം സഞ്ചരിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇരു ബൈക്കുകളുടെയും പിൻഭാഗം തമ്മിൽ കൂട്ടിമുട്ടുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മറിയുകയുമായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികർക്ക് നിസ്സാരമായി പരിക്കേറ്റു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് സിവിൽ സപ്ലൈസ് ഗോഡൌണിന്റെ മേൽക്കൂര തകർന്നു. മരം വീണ മേൽക്കൂര തകർന്നതോടെ ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്ന അരി മഴവെള്ളം കയറി നശിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് സിവിൽ സപ്ലൈസ് ഗോഡൌണിന്റെ മേൽക്കൂര തകർന്നു. കീച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണിന് മുകളിലേക്കാണ് മരം വീണത്. മരം വീണ് മേൽക്കൂര തകർന്നതോടെ മഴവെള്ളം ഉൾപ്പെടെ ഗോഡൌണിനുള്ളിലേക്ക് വീഴുകയും ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്ന അരി മഴവെള്ളം കയറി നശിക്കുകയും ചെയ്തു. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി കരുതിയിരുന്ന 50ഓളം ചാക്കരിയാണ് മഴവെള്ളം കയറി നശിച്ചത്. ഞായറാഴ്ച അവധിയായതിനാൽ തിങ്കളാഴ്ച രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നതെന്ന് ഡിപ്പോ മാനേജർ വിപിൻ ലാൽ പറഞ്ഞു. കൃത്യമായ നാശനഷ്ടങ്ങൾ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബാക്കി നന്നാക്കാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഫംഗ്ഷനിങ് ആയി ഷീറ്റെല്ലാം ഇട്ട് വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും.
ഏകദേശം ഒരു 40-50 ചാക്കിനോളം അടുപ്പിച്ച് ഭക്ഷ്യധാന്യങ്ങളാണ് നശിച്ചു പോയിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായ കണക്കിനെല്ലാം മാറ്റിയിട്ടാൽ മാത്രമേ ഇത് കൃത്യമായ കണക്കിലേക്ക് എത്തിപ്പെടുക്കാൻ സാധിക്കും. ഇല്ല, ആൾക്കാരും രാത്രിയായിട്ട് ആൾക്കാരും ഉണ്ടായില്ല. രാവിലെ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഇത്തരം സാഹചര്യം. മേൽക്കൂര ഉൾപ്പെടെ നന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മൂവാറ്റുപുഴയിലുണ്ടായ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് എൻ അരുൺ. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് അരുൺ നിവേദനം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം ആഞ്ഞു വീശിയ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ചവരുടെ നഷ്ടം വിലയിരുത്തി അടിയന്തര ധനസഹായം നൽകണമെന്ന് എൻ അരുൺ. മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ വൻമരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും റബ്ബർ, റംബൂട്ടാൻ, ജാതി, കപ്പ, പച്ചക്കറി കൃഷിയടക്കം നശിക്കുകയും ചെയ്തു. വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്നും ജില്ലാ കളക്ടർ ഇടപെട്ട് നാശനഷ്ടമുണ്ടായവർക്ക് സഹായം എത്തിക്കാൻ ശക്തമായ ഇടപെടൽ സമയബന്ധിതമായി നടത്തണമെന്നും എൻ അരുൺ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രകൃതിക്ഷോഭത്തിൽ മൂവാറ്റുപുഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ വീടുകള്, കൃഷിയിടങ്ങള്, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വിവിധ വ്യക്തികൾക്ക് സംഭവിച്ചിട്ടുള്ള സാഹചര്യമാണ് മൂവാറ്റുപുഴയിൽ നിലവിലുള്ളത്. ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുകയും നാശനഷ്ടം ഉണ്ടായിട്ടുള്ള ഓരോരുത്തർക്കും സഹായങ്ങൾ എത്തിക്കുവാനുള്ള ഒരു ശക്തമായ ഒരു ഇടപെടൽ സമയബന്ധിതമായി നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. തഹസിൽദാർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി വിളിച്ചു ചേർത്തുകൊണ്ട് നാശനഷ്ടം സംഭവിച്ചവർക്ക്, ധനനഷ്ടം സംഭവിച്ചവർക്ക്, കൃഷിയിൽ നാശമുണ്ടായിട്ടുള്ളവർക്ക് എല്ലാവർക്കും അടിയന്തര ധനസഹായം നൽകി മൂവാറ്റുപുഴ മേഖലയിലെ വിവിധ മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അരുൺ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി നാശനഷ്ടം വിലയിരുത്തി നാശനഷ്ടം സംഭവിച്ചവർക്ക് ധനസഹായം നൽകണമെന്നും അരുൺ ആവശ്യപ്പെട്ടു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കളക്ടർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. താലൂക്ക് തലത്തിൽ ഫണ്ട് അനുവദിച്ച് ശുദ്ധജലം ടാങ്കറുകളിൽ എത്തിക്കാൻ കളക്ടർ മുൻകൈ എടുക്കണമെന്നും എൽദോ എബ്രഹാം. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കളക്ടർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. വേനൽ കടുത്തതോടെ ജലാശയങ്ങൾ വറ്റിവരണ്ടു. കിണറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുകയും ചെയ്തു. പുഴയിലെ ജലനിരപ്പ് താഴുന്നത് പമ്പിംഗ് സ്റ്റേഷനുകളുടെ സാധാരണ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കിയെന്ന് എൽദോ എബ്രഹാം പറഞ്ഞു. ഈ വേനൽ കടുത്തതോടുകൂടി മൂവാറ്റുപുഴ പ്രദേശത്തെ വിവിധ പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. വാളകം ഗ്രാമപഞ്ചായത്തിലും മാറാടി ഗ്രാമപഞ്ചായത്തിലും പായിപ്ര ഗ്രാമപഞ്ചായത്തിലും മൂവാറ്റുപുഴ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലും അങ്ങനെ തുടങ്ങി നിയോജക മണ്ഡലത്തിൻ്റെ 11 പഞ്ചായത്തിലും നഗരസഭാ പരിധിയിലും ഉയർന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാധാരണ നിലയ്ക്ക് ഏപ്രിൽ മാസം ആദ്യ വാരത്തോടുകൂടി റവന്യൂ വകുപ്പ് തന്നെ മുൻകൈയെടുത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ ഒരുപക്ഷെ ഈ ഒരു സമീപ വർഷങ്ങളിലൊന്നും കാണാത്ത വിധത്തിൽ വെയിൽ ശക്തിപ്പെട്ടതോടുകൂടി ചൂട് കൂടിയതിനനുസരിച്ച് നമ്മുടെ ജലസംഭരണികളിലെല്ലാം ജലനിരപ്പ് ഒരുപാട് കുറഞ്ഞു. പല പമ്പിംഗ് സ്റ്റേഷനുകളും ഇപ്പോൾ മൂവാറ്റുപുഴ പുഴ തന്നെ പരിശോധിച്ചാൽ കാളിയാർ പുഴയിലേക്ക് ചെന്നാൽ എല്ലായിടത്തുമൊക്കെ ജലനിരപ്പ് ഒരുപാട് താഴ്ന്നു. അതുകൊണ്ട് തന്നെ ജലം ശുദ്ധീകരിച്ച് അത് പമ്പിംഗ് ചെയ്ത് വിതരണം ചെയ്ത് ആളുകൾക്ക് സുഗമമായി വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികളിൽ വലിയ പ്രതിസന്ധി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജലജീവൻ മിഷൻ പദ്ധതികളാവട്ടെ പാതിവഴിയിൽ നിലച്ചെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം ഉടൻ വിളിക്കണമെന്നും മുൻ MLA എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. പ്രാദേശിക കുടിവെള്ള പദ്ധതികളിൽ പലതും ആശ്രയിക്കുന്നത് MVIP അതുപോലെ തന്നെ PVIP കനാലുകൾ വഴിയുള്ള ജലത്തെ കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നത്. അവിടെയും PVIPയുടെ ജലത്തിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കുടിവെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രസിഡന്റുമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒരു സംയുക്ത യോഗം മൂവാറ്റുപുഴയിൽ വിളിച്ചു ചേർത്ത് കളക്ടർ തന്നെ നേരിട്ട് ഇടപെട്ട് ജലക്ഷാമമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ശുദ്ധജലം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം.
ജലജീവൻ മിഷൻ പോലുള്ള പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ജോയിൻറ്റ് പ്രോജക്റ്റ് കേരളത്തിലുടനീളം അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയ്ക്ക് ആരംഭിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അത് പാതി വഴിയിലാണ്. അപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുവഴി ഒരു പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുന്ന നിലയിലേക്ക് JJM പദ്ധതി മാറിയിട്ടില്ല. അപ്പോൾ വലിയ പ്രതിസന്ധിയുണ്ട്. നമ്മുടെ കിണറുകൾ സാധാരണ നിലയ്ക്ക് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറുകളിലെ വെള്ളം വറ്റി കുഴൽ കിണറുകൾ നമ്മൾ ഭൂഗർഭ ജലം പലയിടങ്ങളിലും എടുക്കുന്നുണ്ട്. അവിടെയും ജലമില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗുരുതരമായ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കടുത്ത വേനൽ തുടരുന്ന സാഹചര്യം കണക്കാക്കി താലൂക്ക് തലത്തിൽ ഫണ്ട് അനുവദിച്ച ശുദ്ധജലം ടാങ്കറുകളിൽ എത്തിക്കാൻ കളക്ടർ മുൻകൈ എടുക്കണമെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. MCS Hospital, we take care of your health. കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഈസ്റ്റ് കടാതിയിലുള്ള സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ബുധനാഴ്ച ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 കൊടിയേറ്റ്, 6:30 സന്ധ്യാ നമസ്കാരം, വ്യാഴാഴ്ച 7:30 പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധ കുർബാന. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച, വഴിപാട്, ലേലം, കൊടിയിറക്ക് ചടങ്ങുകൾക്ക് വികാരിമാരായ ഫാദർ ബിജു വർക്കി കൊരട്ടിയിൽ, ഫാദർ പൗലോസ് തളിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകും. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ വാഴപ്പള്ളിയിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. രാമപുരം അമനക്കര വടക്കേപ്പാറക്കുന്നിൽ ഗ്രേസ് ആണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 12:30 അപകടം. ചെന്നൈയിൽ ജോലി ചെയ്യുന്ന മകളെ കാണാൻ പോയി തിരികെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അമനക്കരയിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഗ്രേസിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്കാരം ബുധനാഴ്ച 10 രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിൽ നടത്തപ്പെടും. ആരക്കുഴ കരോട്ടരക്കിൽ പരേതനായ ഐപ്പ് ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടി നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 2 ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ നടത്തപ്പെടും. പരേത തോട്ടക്കര പുതുകുളങ്ങര കുടുംബാംഗമാണ്. മക്കൾ ഷേർലി, ലാലി, ജോഷി, ജോഫി, ഡാലി. മരുമക്കൾ ജെയിംസ്, ജേക്കബ്, ജാൻസി, ജിജി, ബിനു. പാരപ്പെട്ടി ഇളങ്ങവം പൈനാക്കുടിയിൽ പരേതനായ കുഞ്ഞന്റെ ഭാര്യ തങ്കമ്മ നിര്യാതയായി. സംസ്കാരം നടത്തി. മക്കൾ ജിജി, ജിബി, മിനി, ജിമി. മരുമക്കൾ ശോഭന, ലേഖ, രാജൻ, സാജു. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.